സ്ട്രേറ്റ് ആയിട്ട് കളിക്കുന്നവരാണ് ഈ രതീഷ് കുമാർ. അത് ബിഗ് ബോസിന് 4 ദിവസം കൂടെ മനസ്സിലായിട്ടുണ്ടാവും. എനിക്ക് തോന്നി I am the strong contestant, Big Boss. Your selection is the best. I know that. കഴിഞ്ഞോ? നീ ഒരു കാര്യം ചെയ്യ്, ഈ ഉടുപ്പൊക്കെ എടുത്ത് പെട്ടിന്റെ ഉള്ളിലേക്ക് ആക്കിയിട്ട് കാലത്ത് തന്നെ സ്ഥലം കാലിയാക്കി. ഇപ്പൊ നിങ്ങളുടെ ഹീറോ എന്ത് ചെയ്യുന്നു? രതീഷ്, Yes sir. പ്രേക്ഷക തീരുമാനപ്രകാരം നിങ്ങൾ ഈ ബിഗ് ബോസ് വീട്ടിൽ നിന്നും പുറത്തായിരിക്കുന്നു. തിരുമേനി ഒരു വേണ്ടി മറ്റേ തുറത്താനും പറഞ്ഞു. കളിക്കണ്ടെന്നോ? ഞാൻ കളിക്കണ്ട എങ്ങനെ? ഞാൻ 2 ദിവസമായി വന്നിട്ട് 6 ശത്രുക്കൾ ഉണ്ടാക്കി. 2 ദിവസം കൊണ്ട് 6 പേര്. ശരി. 4 ദിവസം കൊണ്ട് എന്റെ ടാർഗറ്റ് 12 പേരാണ്. 5 ദിവസം കൊണ്ട് 18 പേരെ ഞാൻ ശത്രുക്കളാക്കും. ഇടാ കൂടിയ ഒരാഴ്ച അതിനുള്ളിൽ നിന്നെ പുകച്ച് പുറത്ത് ചാടിച്ചില്ലെങ്കിൽ എന്നെ അപ്പുകുട്ടാന്ന് വിളിച്ചോ. 18 പേരെ ഞാൻ ശത്രുക്കളാക്കും. എന്നിട്ട് ഒറ്റയ്ക്ക് കിടന്ന് വിളിച്ചു. തൽക്കാലം ഇതെല്ലാം കിട്ടിയെന്ന് വിചാരിച്ച് എന്റെ മോൻ ഒന്ന് സ്ഥലം വിട്ട്. അതന്നെ നല്ലത്. കലാകാരനെ തളർത്തിയിട്ടിട്ട് മൂപ്പര് മെയിനാവുകയാണ്. എവിക്ഷൻ പ്രോസസ് വന്നപ്പോ ഞാൻ വിചാരിച്ചത് സുരേഷ് ഏട്ടൻ പോവും, അല്ലെങ്കിൽ നൂറ പോവും എന്നൊക്കെയാണ് ഞാൻ വിചാരിച്ചത്. എനിക്ക് കിട്ടിയപ്പോ എനിക്ക് മാത്രം കിട്ടി. ക്വിറ്റ് ചെയ്യാന്നൊക്കെ പറഞ്ഞിട്ട് പോന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ ബിഗ് ബോസ് വിടാതിരുന്നപ്പോ ഞാൻ വിചാരിച്ചത് ഔട്ടിൽ ഒരുപാട് സപ്പോർട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ഫാൻസുകാർ ഒരുത്തനെയും കാണാനില്ലല്ലോ. എല്ലാവർക്കും നടന്നിങ്ങനെ ചൊറിഞ്ഞുകൊണ്ടിരുന്നു. അങ്ങനെ ആയിട്ട് അവസാനം ഇപ്പൊ എന്തായി, നിങ്ങളുടെ മുമ്പിൽ സംസാരിക്കാറായി ഒരാഴ്ചക്ക് ശേഷം. ഇതാ ഞങ്ങളുടെ പ്ലാൻ. ഇത്രേ ഉള്ളൂ ഞങ്ങളുടെ ബുദ്ധി. ചീറ്റി പണ്ടാറൊടുക്കി പോയി. എന്നെ കുറച്ച് പേര് അനുകരിക്കുന്നുണ്ട്. അതാണ് ഞാൻ പോന്നപ്പോ തന്നെ ഞാൻ അവരോട് ഉറക്കാൻ വിളിച്ചു പറഞ്ഞത് എന്നെ അനുകരിക്കേണ്ട. അതാ ഞാൻ ഫസ്റ്റിലേ പറഞ്ഞത്, നാട്ടിക്കരുത്. നിങ്ങൾ കേട്ടില്ലേ? പക്ഷെ ഞാനൊരു ചൊറിയനല്ല, ഞാനൊരു കോമാളിയല്ല. നിങ്ങൾക്കത് മനസ്സിലാവും. ഇപ്പൊ എന്നെ സംസാരം കേൾക്കുമ്പോൾ മനസ്സിലാവില്ലേ. എനിക്ക് ഗെയിം കളിക്കാൻ വേണ്ടി സ്ട്രാറ്റജി ഞാൻ പ്രയോഗിച്ചതാണ്. ശരിക്കുള്ള രതീഷ് അങ്ങനെയല്ല. യുദ്ധരംഗത്ത് മാത്രമുള്ള ഒരു പട്ടാള തന്ത്രമാണ് ഞാൻ പ്രയോഗിച്ചത്. ഞാൻ എല്ലാ ദിവസവും ഓരോ നിമിഷവും കണ്ടന്റുകൾ ഇങ്ങനെ ഉണ്ടാക്കി വരുന്നുണ്ടായിരുന്നു. ഇനി നിങ്ങൾ പോയി കഴിഞ്ഞാ ഇടി ഷെയർ ചെയ്യാൻ ആളില്ലെല്ലാന്ന് ഓർക്കുമ്പോഴാണ് കോതമംഗലം കഴിഞ്ഞ് മൂലമറ്റത്തേക്കൊരു വിഷമം. ഞാൻ ഒരിക്കലും ഒരാഴ്ചക്കുള്ളിൽ ഔട്ടായി പോവേണ്ടി വരും എന്ന് വിചാരിച്ചതല്ല. ഇനി ഒരു തിരിച്ചു വരവുണ്ടാവില്ല ശശി. എനിക്ക് തോന്നുന്നു എന്റെ ഒരു ഗെയിമിന്റെ ഔട്ട് ഡോസ് ഒരു ഓവർ ഡോസ് ആയി തോന്നുന്നുണ്ട്. അങ്ങോട്ട് മാറി എന്ന് അറിയാം. എന്നാ ഇന്നത്തെ ഭൂതല സംപ്രേഷണം ഇവിടെ അവസാനിച്ചിരിക്കുന്നു.